വടകര കടത്തനാട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുഖ്യ സൂത്രധാരൻ പേരാമ്പ്ര ചേനോളി സ്വദേശി എട്ടുതെങ്ങുളത്തിൽ റിനീഷിനെ ജ്വല്ലറിയിലും സ്വകാര്യ ബാങ്കുകളിലും എത്തിച്ച അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. സ്വർണം പണയം വെച്ച പയ്യോടിയിലെ സ്വകാര്യ ബാങ്കുകളിലും സ്വർണം വിൽപ്പന നടത്തിയ വടകര സെന്റ് ആന്റണീസ് സ്കൂളിന് സമീപത്തെ ജ്വല്ലറിയിലും എത്തിച്ചാണ് റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എൻ രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തിയത്. പയ്യോളിയിലെ സ്വകാര്യ ബാങ്കിൽ പണയം വെച്ച സ്വർണം അവിടെ നിന്നും തിരിച്ചെടുത്ത് പിന്നീട് കൂടുതൽ പണത്തിനായി വടകരയിലെ ജ്വല്ലറിയിൽ വിൽപ്പന നടത്തുകയായിരുന്നു. എത്ര ഗ്രാം സ്വർണം വിൽപ്പന നടത്തിയെന്നത് സംബന്ധിച്ച് പോലീസ് പരിശോധന നടത്തി വരികയാണ്. വടകര മുട്ടുങ്ങൽ സ്വദേശി അഹമ്മദിന്റെയും ബന്ധുക്കളുടെയും അടക്കം നിക്ഷേപമായി സൊസൈറ്റിയിൽ നൽകിയ 1,20,00,000 രൂപ തിരികെ ലഭിച്ചില്ലെന്ന പരാതിയിൽ വിവരങ്ങൾ ശേഖരിക്കേണ്ട ആവശ്യത്തിലേക്കാണ് റിനീഷിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ചൊവ്വാഴ്ച വൈകിട്ട് തിരികെ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ഇക്കഴിഞ്ഞ ജൂലൈ 8-നാണ് റിനീഷിനെ പോലീസ് കോട്ടയത്ത് നിന്നും അറസ്റ്റ് ചെയ്തത്. നിക്ഷേപകരിൽ നിന്നും ഉയർന്ന പലിശ വാഗ്ദാനം നൽകി 5.80 കോടി പിടിച്ചെടുത്തെങ്കിലും സൊസൈറ്റിയുടെ അക്കൗണ്ട് കാലിയാണ്. സഹകരണ സംഘം ഓഡിറ്റർ നടത്തിയ പരിശോധനയിൽ 2.16 കോടിയുടെ ക്രമക്കേടും കണ്ടെത്തിയിരുന്നു. ഈ കേസിലെ രണ്ടാം പ്രതിയാണ് റിനീഷ്. ഒന്നാം പ്രതി സൊസൈറ്റി സെക്രട്ടറി പ്രീന, സംഘം മുൻ പ്രസിഡന്റും കോൺഗ്രസ് DCC സെക്രട്ടറിയുമായ TV സുധീർ കുമാർ എന്നിവർ നിലവിൽ റിമാൻഡിലാണ്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.